ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന്റെ സാധ്യതകളെ കുറിച്ച്. അങ്ങനെ ഫാസ്റ്റിംഗ് ചെയ്തു കഴിഞ്ഞാൽ അത് ഡയബറ്റീസിനെ ബാധിക്കുമോ? എത്രത്തോളം സിവിയർ ആണ് ഡയബറ്റീസ് ആ പേഷ്യൻറ്റിനനുസരിച്ചിട്ടാണ് ഫാസ്റ്റിംഗ് ഒക്കെ നമ്മൾ ഇതാക്കുന്നത്. ഇപ്പോൾ ടൈപ്പ് 1 പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫാസ്റ്റ് ചെയ്യാനേ പാടില്ല. ബിക്കോസ് അവർക്ക് കൃത്യമായ ഇടവേളകളിൽ ഇൻസുലിൻ പോകണം, അവരുടെ കൺട്രോൾ വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഏർലി ഡയബറ്റീസ് അല്ലെങ്കിൽ ഒരു പ്രീ ഡയബറ്റീസിലുള്ള ആൾ ഫാസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു 6 to 8 hours കഴിഞ്ഞാൽ നമ്മുടെ റിസർവുകളൊക്കെ തീരുകയാണ്. ഗ്ലൈക്കോജൻ റിസർവ്സ് ഒക്കെ കുറച്ച് തീരും. പിന്നെ ഓൾട്ടർനേറ്റ് പാത്വേസ് ഒക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഈ ഓൾട്ടർനേറ്റ് പാത്വേസ് ഡേഞ്ചറസ് അല്ലാത്ത ബോഡികൾക്ക് കുഴപ്പമില്ല. ചിലപ്പോൾ നമ്മൾക്ക് വളരെ വേരിയബിലിറ്റി ഉള്ള ഡയബറ്റീസ് ഉള്ള ഒരാളാണ്, HbA1c ഭയങ്കര ഹൈ ആണ്, ഹൈപ്പോഗ്ലൈസീമിയയുടെ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡയബറ്റിക് കീറ്റോസിഡോസിസിൻ്റെ ചാൻസ് ഉള്ള ഒരാളാണെങ്കിൽ പലപ്പോഴും ഫാസ്റ്റിങ്ങിൽ സംഭവിക്കുന്നത് ഭക്ഷണം മാത്രമല്ല ഒഴിവാക്കുന്നത്, വെള്ളം പോലും ഒഴിവാക്കുന്ന സാധനമുണ്ട്. അപ്പോൾ ഡീഹൈഡ്രേഷനും ഫാസ്റ്റിങ്ങും കൂടിയ നമുക്ക് ഡേഞ്ചറസ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒരു ഹെൽത്തി ആൾ ഫാസ്റ്റിംഗ് എടുക്കുന്ന പോലെയല്ല ഒരു ഡയബറ്റീസ് ആൾ ഫാസ്റ്റിംഗ് എടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പലപ്പോഴും നമുക്ക് ഡയബറ്റീസിൻ്റെ ഡ്രഗ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഡ്രഗ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഭക്ഷണങ്ങളും കൂടി വരുന്നതിനനുസരിച്ചിട്ടാണ് ഈ ഡോസിങ് ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഫാസ്റ്റിങ്ങിനാണ് പോകുന്നത് വെച്ചാൽ ഒന്നുകിൽ നിങ്ങൾ ഈ ഡ്രഗ്സിനെ കൃത്യമായിട്ട് സ്പേസ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഡ്രഗ്സ് എങ്ങനെയാണ് മോഡിഫൈ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ കൺസൾട്ടൻറ്റിനുമായിട്ട് സംസാരിച്ച് അത് ചെയ്യേണ്ട കാര്യം.